പോയിട്ട് വന്നപ്പം എൻ്റെ വീട് പോന്നില്ല, അല്ല അതുമുങ്ങളം. അപ്പോൾ ചേട്ടായി വരാനായിട്ട് താമസം, അവരെന്നെ ഇറക്കി വിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ചേട്ടായി വരാൻ താമസിച്ചത് കൊണ്ട് ഞങ്ങളവിടെ വണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പിള്ളേർ കൊച്ചിന് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞു അവളെ അങ്ങോട്ട് പോയി. അവനവിടെ സൈഡിൽ ചേർന്ന് നിൽക്കുകയായിരുന്നു. ഇവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് അന്നേരം അങ്ങ് അടിച്ച് താഴെ അടിച്ച്. പെൺപിള്ളേർ ഇവിടെ നിന്ന് മൂത്രം ഒഴിക്കുകയാണ്. അപ്പോൾ ഈ സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ്. വനിതാ പോലീസുകാർ വല്ലതും ഉണ്ടായിരുന്നു? വനിതാ പോലീസ് ഇല്ലായിരുന്നു. ഇല്ല, വനിതാ പോലീസ് ഇല്ലായിരുന്നു. അപ്പോൾ ഈ സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ അവർ ആമ്പിള്ളേർ ചേർന്ന് നിന്നത്. ആമ്പിള്ളേർ ചേർന്ന് തന്നെ അവർക്ക് സംരക്ഷണം കൊടുക്കണമല്ലോ. പിന്നെ ഇങ്ങോട്ട് ശരിയല്ല. നല്ല തലയ്ക്ക് പൊട്ടലോ വല്ലതും ഉണ്ടോ? ബ്ലഡ് ഭയങ്കരമായിട്ട് ഇതാകുമായിരുന്നു. ആള് വന്നിട്ടുണ്ട്, സ്പ്ലിറ്റ് ആകുമായിരുന്നു, ഭയങ്കരമായിട്ട് ചെയ്യുമായിരുന്നു, ഇങ്ങനെ പമ്പിക്കായിരുന്നു. അത്രയും ബ്ലഡ്. കൊച്ചി എന്ന് എഴുന്നേറ്റ് പിടിച്ച് അപ്പോഴത്തേക്കിന് അവിടെ ഓരത്തിനായിട്ട് അടിച്ച്. അവള് പാവാട തട്ടി അവനെയും കൊണ്ട് വീണ്. പോലീസുകാരടിച്ച്? ആ, പോലീസുകാരടിച്ചു. സന്തോഷ വീണ്ടും ചേരുന്നു. സന്തോഷ, ഇവർ പറയുന്നതനുസരിച്ചാണ് കുട്ടികളും സ്ത്രീകളും ഉണ്ട്. അതായത് ഇവർ പറയുന്നത് പോലും കേൾക്കാനുള്ള ഒരു സാവകാശം നൽകാതെയാണ് അടിച്ചത് എന്ന് മനസ്സിലാവുന്നു. ഒരടിയല്ല, അടിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് ചെറിയ കാര്യമല്ല. ആള് മാറി എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും എന്താണ് ആരാണ് എന്നൊക്കെയുള്ളത്. അപ്പം ഇത് സ്ഥിരം പരിപാടിയാണോ ഈ SI എസ് ജിനുവിന്റെ? തീർച്ചയായും തന്നെ. അതായത് ഇന്നലെ ഈ കല്യാണ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഒരു സംഘമാണ് വരുന്നത്. പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഏത് കണ്ണാണെന്ന് ആർക്കും മനസ്സിലാവും. കാരണം പ്രായമായ സ്ത്രീകളും പ്രായമായ പുരുഷന്മാരും ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടായിരുന്ന ഒരു സംഘമായിരുന്നു ഇത്. അവരെ അക്രമകാരികൾ എന്ന പേരിൽ മർദ്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുരുതരമായ ഒരു കൃത്യ വിലോപം എന്ന് തന്നെ രീതിയിൽ കണക്കാക്കാൻ സാധിക്കും. കാരണം അക്രമകാരികൾ ബാറിന് മുന്നിൽ അക്രമം നടക്കുന്ന തരത്തിലുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ട് ഏതാണ്ട് അരമണിക്കൂറിന് ശേഷമാണ് പോലീസ് ഇവിടേക്ക് എത്തുന്നത്. അപ്പോഴേക്കും ഈ അക്രമകാരികളൊക്കെ തന്നെ ഈ സ്ഥലത്ത് നിന്ന് പോയിരുന്നു. പിന്നീട് ഇതൊന്നും അറിയാതെ ഇവരാണ് ഈ കുടുംബമാണ് ആ ബാറിന് മുന്നിലേക്ക് എത്തിയത്. അവർക്ക് ഈ പ്രദേശം അവിടെ ഒരു ബാർ ഉണ്ടെന്ന് പോലുമുള്ള കാര്യം അവർക്ക് അറിയില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം അത്തരത്തിൽ പത്തനംതിട്ട ടൗണില് അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ടൊക്കെ കാർ നിർത്തിയിരുന്ന ഇവർക്ക് നേരെയാണ് പോലീസ് സംഘം കാര്യം പോലും തിരക്കാതെ, നിങ്ങൾ ആരാണെന്നോ അല്ലെങ്കിൽ എന്തിനു വേണ്ടി വന്നതാണെന്നോ എന്ന് പോലും തിരക്കാതെ ആക്രമിച്ചതെന്നാണ് ഇപ്പോൾ ഈ കുടുംബം പറയുന്നത്. അതിൽ ശ്രീജിത്ത് എന്ന ആളുടെ തലയ്ക്കാണ് അടിയേറ്റിരിക്കുന്നത്. ശ്രീജിത്തിന്റെ തലയ്ക്ക് പിന്നിലായി പൊട്ടലുണ്ട്. അതോടൊപ്പം ഈ ഓടിച്ചിട്ട് തല്ലുകയായിരുന്നു എന്നാണ് പല കുടുംബത്തിലെ പലരും പറഞ്ഞത്. അതിന്റെ ഒരു ആഘാതത്തിൽ ഈ ഓട്ടത്തിനിടയിൽ മറിഞ്ഞു വീണുമൊക്കെ പലരുടെ കൈക്കും പൊട്ടലേറ്റിട്ടുണ്ട് എന്നും പറയുന്നു. ഏതായാലും SI ജിനുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റവിലേഖം തന്നെ. അതിനൊപ്പം കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റു പോലീസുകാരും തന്നെ ഇത്തരത്തിൽ ആരാണിവർ, എവിടേക്കാണ് ഇവർ പോയത്? അതാണ് ഈ സംരക്ഷിക്കേണ്ടവർ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയുണ്ടല്ലോ, അത് ഭയങ്കര ഭീകരതയായിരിക്കും. ഇവർ അനുഭവിച്ച സാധനം എന്തിനാണ് എന്ന് പോലും മനസ്സിലാകാതെ അടികൊള്ളുക, ഓടുക, ആ ഓട്ടത്തിൽ വീണ് കൈയൊടിക്കുക, ഗുരുതരമായിട്ടുള്ള പരിക്കാണ്. രാവിലെ ആ സ്ത്രീ നമ്മളോട് സംസാരിച്ചത് കേട്ടപ്പോൾ തന്നെ ആശുപത്രിയിൽ നിന്നുള്ള പ്രതികരണത്തിൽ തന്നെ വ്യക്തമാണ് അവർ എത്രത്തോളം ഭയന്നു എന്നുള്ളത്. ഇതിൽ ഒരു എക്സ്പ്ലനേഷനും ഇല്ലെങ്കിൽ യാതൊന്നും നോക്കേണ്ട കാര്യമില്ലാതെ തന്നെ പോലീസിന് നടപടിയെടുക്കാവുന്ന കാര്യമാണ്. DYSP ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്താണ്, ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്?